ഇന്ന് കിട്ടയുടെ ഇളനീരിന്റെ കഥയും കൊണ്ടാട്ടോ വന്നിരിക്കണേ. കുറേ ആളുകൾ പറഞ്ഞിരുന്നു കിട്ടയുടെ ഇളനീരിന്റെ കഥ ഒന്നുകൂടെ അനുസ്മരിക്കണം എന്ന്. ഒരിക്കൽ കുറച്ച് ബ്രാഹ്മണരെ സഹായിക്കാനായിട്ട് ഭഗവാൻ, ദഹനത്തിന് സഹായിക്കാനായിട്ട് ഭഗവാൻ ഒരു ദൂരദേശത്തേക്ക് പോവേണ്ടി വന്നുത്രേ. ആ കഥ പറയാട്ടോ. എന്തായാലും ആ ബ്രാഹ്മണരെ സഹായിച്ച് ദഹനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭഗവാനെ വല്ലാത്ത ദാഹം തോന്നിത്രേ. ആ സമയത്താണ് അത്യുത്തമനായ ഭക്തനായിട്ടുള്ള കിട്ടയുടെ വീടിന്റെ മുമ്പിൽ എത്തിയത് ഭഗവാൻ. കിട്ടയോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കണമല്ലോ, കുടിക്കാൻ എന്തെങ്കിലും തരുമോന്ന്. തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് വേറൊന്നും കിട്ട മനസ്സിലാക്കിയില്ല കേട്ടോ. കിട്ട എന്താ ചെയ്തു, ബ്രാഹ്മണനല്ലേ വന്നിരിക്കണം, അദ്ദേഹത്തിന് എൻ്റെ ഈ ഗൃഹത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ ശരിയാവില്ല വിചാരിച്ച് നേരെ തെങ്ങ് കയറി കുറെ ഇളനീര് വെട്ടി താഴെ ഇട്ടു. അതിൽ ഒരു ഇളനീര് ചെത്തി നേരെയാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ അദ്ദേഹം അത് വാങ്ങി നിറയെ അങ്ങോട്ട് കുടിച്ചിട്ട് ബാക്കി അടുത്ത ഇളനീരെടുത്ത് കിട്ട ചെത്താൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞു, എനിക്ക് ഇനി നിൽക്കാനുള്ള സമയമില്ല, ഒരു കാര്യം ചെയ്യൂ, ഈ ഇളനീരെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആറാട്ടുകടവിലേക്ക് കൊണ്ടുവന്നോളൂ എന്ന്. ഇത് കേട്ടപ്പോഴാണ് കിട്ടയ്ക്ക് തോന്നിയത്, അങ്ങനെയെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാഹ്മണനായിരിക്കില്ലേ ഈ വന്നിട്ടുണ്ടാവുക. കിട്ട തന്റെ സൗഭാഗ്യം തന്നെയാണത് എന്ന് കരുതിക്കൊണ്ട് ഈ ഇളനീരും എടുത്തിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറായി. അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന കാലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കിട്ടയ്ക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം വിചാരിച്ചു ഈ ഇളനീരും കൊണ്ട് എനിക്ക് എവിടം വരെ പോവാൻ പറ്റുമോ അവിടം വരെ കൊണ്ടുപോവാമെന്ന്. എന്നാൽ അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് കണ്ട കാഴ്ച, അദ്ദേഹത്തിന്റെ ഇളനീര് സ്വീകരിക്കാനായിട്ട് ക്ഷേത്രം ജീവനക്കാര് പുറത്തിറങ്ങി ഓടി വന്ന് കാത്തു നിൽക്കുന്നതായിട്ടാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ ഒരു മറുമാറി എന്ന് വിചാരിച്ച് അദ്ദേഹം നോക്കിയപ്പോഴാണ് ഈ ജീവനക്കാര് പറയുന്നത്, ക്ഷേത്രത്തിലേക്ക് ഇളനീരും കൊണ്ടുവരുന്ന കിട്ടയെ സ്വീകരിച്ച ആ ഇളനീര് ആറാട്ടുകടവിലേക്ക് എത്തിക്കാനായിട്ട് തലേ ദിവസം മേൽശാന്തിക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടായിത്രേ. അതുകൊണ്ടാണ് ഈ ഇളനീരിന് ഇവിടെ കാത്തു നിന്നിരുന്നതെന്ന്. ഇത് കേൾക്കുമ്പോഴത്തെ കിട്ടയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു തേജസ്വിയായ ബ്രാഹ്മണന്റെ രൂപത്തിലാണെങ്കിലും സാക്ഷാൽ ഗുരുവായൂരപ്പനെ അദ്ദേഹം നേരിട്ട് കാണുകയും നേരിട്ട് ഗുരുവായൂരപ്പന് ഇളനീര് കൊടുക്കാനുള്ളൊരു സൗഭാഗ്യം ലഭിക്കുകയും ചെയ്ത ആ കിട്ടയെ അന്നത്തെ ക്ഷേത്രം ജീവനക്കാരൊക്കെ നമസ്കരിച്ചിട്ടുണ്ടാവും ഇല്ലേ. എന്തായാലും അന്നത്തെ കിട്ടയുടെ ഇളനീര് ഇന്നും കിട്ടയുടെ ആ തലമുറയിൽ പെട്ടിട്ടുള്ള ആ അനന്തരാവകാശികൾ ഇന്നും ക്ഷേത്രത്തിലേക്ക് എത്തിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഇളനീര് കൊടുക്കാനുള്ള ഒരു അവകാശവും കൂടി ഉണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അന്നത്തെ ദിവസം ആറാട്ടിനായിട്ട് ഗുരുവായൂരപ്പന് ഇളനീര് കൊടുക്കാം.